ഇത് കൊടുത്തില്ലെങ്കിൽ എന്തു സംഭവിക്കും? നമ്മൾ നമ്മുടെ മക്കളെ വളർന്നു വരുന്ന പ്രായത്തിൽ മതപരമായ ചിട്ടയിൽ വളർത്തുന്നില്ലെങ്കിൽ എന്തു സംഭവിക്കും? വളർത്തിയാൽ എന്ത് ഗുണം കിട്ടും? രണ്ടും നമ്മളൊന്ന് ആലോചിച്ചു നോക്കണമല്ലോ. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ കിട്ടിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നതിന്റെ ഒരു ഉദാഹരണം പറയാം. ഇസ്രയേലിനോട് ചേർന്ന് കുറച്ചുകൂടി പടിഞ്ഞാറു ഭാഗത്ത് യൂറോപ്പിന്റെയും ഏഷ്യയുടെയും ഭാഗമായി നിലനിൽക്കുന്ന, എന്നാൽ യൂറോപ്പിലേക്ക് കൂടുതൽ തള്ളി നിൽക്കുന്ന ഒരു രാജ്യമാണ് തുർക്കി എന്ന് പറയുന്ന രാജ്യം. ഈ തുർക്കി എന്ന് പറയുന്ന രാജ്യത്ത് നിന്ന് ബസ് വഴി മക്കയിലേക്കും മദീനയിലേക്കും ആളുകൾക്ക് വരാൻ പറ്റും. 1000 മേലെ കിലോമീറ്റർ മാത്രമേ മക്ക മദീന എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ നിന്ന് തുർക്കിയിലേക്ക്, തുർക്കിയുടെ അതിർത്തിയിലേക്ക് ദൂരമുള്ളൂ. അവിടെ നിന്ന് ആ നാട്ടിൽ കഴിഞ്ഞുകൂടുന്ന മനുഷ്യര് ഹജ്ജിനും ഉംറയ്ക്കും വേണ്ടിയിട്ട് മക്കയിലേക്ക് വന്നാൽ നിങ്ങൾക്ക് തുർക്കികളെ കണ്ടാൽ ചില അടയാളങ്ങളിലൂടെ പെട്ടെന്ന് മനസ്സിലാകും. അവരോട് നിങ്ങളൊന്ന് സലാം പറഞ്ഞു നോക്കിയാൽ ആവേശപൂർവം അവര് സലാം മടക്കും. അസ്സലാമു അലൈക്കും എന്ന് നമ്മൾ സലാം പറയുമ്പോൾ അവര് മടക്കും. പക്ഷെ മടക്കുന്നിടത്ത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ ഒരു മാറ്റം കാണും. അതേതാണ് മാറ്റം? നമ്മൾ പറയുന്ന വഅലൈക്കുമുസ്സലാം എന്നതിനു പകരം തുർക്കികൾ പറയുമ്പോ വഅലൈക്കുമുസ്സലാം എന്നാണ് പറയുക. വഅലൈക്കുമുസ്സലാം. അറബിയിലെ എല്ലാ അക്ഷരങ്ങളും 5000-ഓ 4000-ത്തിലധികമോ കിലോമീറ്റർ ദൂരെയുള്ള കേരളത്തിലെയും തമിഴ്നാട്ടിലെയും കർണാടകയിലെയൊക്കെ മനുഷ്യര് ഉച്ചരിക്കുന്ന പോലെ അറബ് നാടിനോട് ചേർന്നു നിൽക്കുന്ന 1000 കിലോമീറ്റർ സൗദി അറേബ്യയിലേക്ക് ദൂരമുള്ള നാട്ടിലെ മനുഷ്യർക്ക് അറബ് ഉച്ചരിക്കാൻ ഇപ്പോഴും കഴിയുന്നില്ല. എന്ന് പറഞ്ഞാൽ ആ നാട്ടില് വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടാണോ? അതിന്റെ ചുറ്റുമുള്ള നാട്ടിലെ മനുഷ്യരൊക്കെ നന്നായിട്ട് അറബി പറയാറുണ്ട്. സലാം മടക്കുകയും ഖുർആൻ ഓതുകയും ചെയ്യുന്നിടത്ത് തുർക്കികളെക്കാൾ മുന്നിലാണ് പരിസരത്തുള്ള ബാക്കി രാജ്യങ്ങളിലെല്ലാം. ഇവിടെ മാത്രമാണ് നമ്മൾ ഇക്കാണുന്ന രൂപത്തിൽ കാണുന്നത്. അപ്പൊ എന്തോ ഒരു കാര്യം അവിടെ നടന്നതായിരിക്കും എന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റും. ഏതാണ് അവിടെ നടന്ന കാര്യം? നടന്ന കാര്യം മറ്റൊന്നുമല്ല, ഒരു കുട്ടി മദ്രസയിൽ പഠിക്കാത്തത് തുർക്കിയിൽ ഉണ്ടായിരുന്നു എന്നതാണ് തുർക്കിയെ ഇന്ന് കാണുന്ന ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചത്. ഞാൻ ഈ പറഞ്ഞ ഈ അക്ഷരം മൊഴിയാൻ കഴിയാത്തത് മാത്രമല്ല തുർക്കിയുടെ പ്രശ്നം. 2007-8 കാലഘട്ടം വരെ തുർക്കിയിൽ ഒരു നിയമം ഉണ്ടായിരുന്നു. 18-20 കൊല്ലം അപ്പുറം വരെ ഒരു നിയമം ഉണ്ടായിരുന്നു. ആ നിയമം ഏതാണ്? പുരുഷന്മാര് തലമറക്കാൻ പാടില്ല, സ്ത്രീകൾ തലമറക്കാൻ പാടില്ല, പുരുഷന്മാര് താടി വെക്കാൻ പാടില്ല, മതപരമായ അടയാളങ്ങളൊന്നും പൊതുസ്ഥലത്ത് അവര് പ്രദർശിപ്പിക്കാൻ പാടില്ല. അങ്ങനെ ചെയ്യുന്നതിന് വിരോധമൊന്നുമില്ല. പക്ഷെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ഗവൺമെന്റിൽ നിന്ന് ലഭിക്കുന്ന ഒരാനുകൂല്യവും ലഭിക്കില്ല. താടി വെച്ച് ജീവിക്കാം, പക്ഷെ അവർക്ക് ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്ന ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. സ്ത്രീകൾക്ക് തലയിൽ സ്കാർഫ് വെക്കാം, തട്ടം വെക്കാം, പക്ഷെ അവർക്ക് കിട്ടേണ്ട ഏതെങ്കിലും ആനുകൂല്യങ്ങൾ ചിലപ്പോൾ അതുവഴി തടയപ്പെടാം. ഇങ്ങനെയുള്ള ഈ രാജ്യത്ത് 99.98% ആളുകൾ മുസ്ലിമീങ്ങൾ തന്നെയാണ്. മുസ്ലിമേതര ജനവിഭാഗം 1000 ആളെ എടുത്താൽ അതിൽ 2 ആളെ ഉണ്ടാകും. അതായത് 100-ൽ 1 പോലും മുസ്ലിം അല്ലാത്ത ആളുകൾ ആ നാട്ടിലില്ല. അവിടെയാണ് ഈ താടി വെക്കുകയും അതുപോലെ തലമറക്കുകയും ഒക്കെ ചെയ്യുന്നതിന് 2007-8 വരെ നിയന്ത്രണം ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ഈ നാടിക്കോലത്തിലായത്? മുസ്ലിമായ ബാപ്പയുടെ ഉമ്മയുടെ മകനായി ജനിച്ച ഒരു കുട്ടി. ആ കുട്ടി ജനിക്കുന്നത് പക്ഷെ തുർക്കിയിലായിരുന്നില്ല. തുർക്കിയുടെ തൊട്ടപ്പുറത്തുള്ള ഗ്രീസ് എന്ന് പറയുന്ന നാട്ടിലെ സലോണിക്ക പട്ടണത്തിലാണ്. സലോണിക്കയിലായിരുന്നു ബാപ്പയ്ക്ക് ജോലി ഉണ്ടായിരുന്നത്.
ഇപ്പൊ നമ്മൾ പ്രത്യേകിച്ചും അറിയേണ്ട ഒരു കാര്യം, നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാര് കുടുംബസമേതം വിദേശ രാജ്യങ്ങളിലേക്ക് പോവുകയും താമസിക്കുകയും മക്കൾ അവിടെ ജനിക്കുകയും അവിടെ വളരുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യമാണ് ഇന്ന് നിലനിൽക്കുന്നത്. ഗൾഫ് രാജ്യങ്ങൾ മാത്രമല്ല, അത് ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് പോലെയുള്ള രാജ്യങ്ങളിലും പടിഞ്ഞാറ് രാജ്യങ്ങളിലുമൊക്കെ ഇത് വ്യാപകമായി ഇന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ കുടുംബസമേതം ഇതുപോലെ താമസിക്കുന്ന തുർക്കിയായ ഒരു ബാപ്പയുടെ ഉമ്മയുടെ മകനായിട്ടാണ് ഒരു ചെറിയ കുട്ടി ജനിക്കുന്നത്. ആൺകുട്ടി ജനിക്കുകയാണ്. ആ കുട്ടി ബാപ്പയും ഉമ്മയും നല്ല ദീനീ ബോധമുള്ളവരായതുകൊണ്ട് തന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വലിയ ഇഷ്ടവും സ്നേഹവും ഉള്ളവരായതുകൊണ്ട് തന്നെ മകന് അവര് പേരിട്ടത് മുസ്തഫ എന്നാണ്. മുസ്തഫ, റസൂലുള്ളാഹിയോടുള്ള ഒരു മഹബത്ത് നിലനിർത്തിക്കൊണ്ടായിരുന്നു അവര് പേരിട്ടത്. കുട്ടി വളർന്നു വന്നു. വളരെ വേഗത്തിൽ കാര്യങ്ങളൊക്കെ ഓരോന്നും ചെയ്തു പോരുന്ന നല്ല ഒരു മക്കൾ. അങ്ങനെ വരുന്നതിന്റെ ഇടയിൽ 5 വയസ്സ് ഏകദേശമായപ്പോ ബാപ്പയും ഉമ്മയും രണ്ടുപേരും ചർച്ച ചെയ്തു, നമുക്ക് നമ്മുടെ മോനെ ഖുർആൻ പഠിപ്പിക്കണ്ടേ? 5 വയസ്സാണല്ലോ അതിന്റെ ഒരു പ്രായം. നമ്മളെ മോനെ നമ്മൾ ഖുർആൻ പഠിപ്പിക്കാൻ എന്ത് ചെയ്യും? നിങ്ങൾ വരുന്ന സമയത്ത് ജോലി കഴിഞ്ഞ് വരുമ്പോ ഒന്ന് അന്വേഷിക്കണം, പട്ടണത്തിൽ എവിടെയെങ്കിലും മദ്രസയുണ്ടോ എന്ന്. അന്വേഷിച്ചു നോക്കിയെങ്കിലും സലോണിക്കയിൽ എവിടെയും മദ്രസ ഉണ്ടായിരുന്നില്ല. അതിന് കാരണം അവിടെ മുസ്ലിമീങ്ങൾ ജീവിക്കുന്നില്ല എന്നത് തന്നെയാണ് ഒന്നാമത്തെ കാരണം. സലോണിക്കയിൽ അന്നും ഇന്നും ക്രൈസ്തവ സമൂഹമാണ് 90% മേലെയും ജീവിക്കുന്നവർ. ചർച്ചുകൾ ധാരാളമുണ്ട്. മദ്രസയും പള്ളിയൊന്നും ഇപ്പോഴും ഇല്ല, പണ്ടുമില്ല. കുറച്ച് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഉണ്ടാവാം. അപ്പൊ ഇയാളൊന്നും ഇങ്ങനെ തെരഞ്ഞു നടക്കും, എവിടെയെങ്കിലും മദ്രസ ഉണ്ടോ? കുറെ തെരഞ്ഞു നോക്കിയിട്ടും എവിടെയും മദ്രസ ഇല്ല. അപ്പോഴാണ് രണ്ടുപേര് കൂടി ആലോചിച്ചു, നമ്മൾ എന്ത് ചെയ്യും? അങ്ങനെ അവരൊരു തീരുമാനത്തിലെത്തി. ആ തീരുമാനം എന്താണ് എന്ന് ചോദിച്ചാൽ, ഈ ജോലി ഒഴിവാക്കിയിട്ട് തുർക്കിയിലേക്ക് നമ്മൾ മടങ്ങിയാൽ ജീവിതം പ്രയാസമാകും. തുർക്കിയിൽ ജോലി വലിയ പ്രയാസമാണ്. അതുകൊണ്ട് ഈ ജോലി നിലനിർത്താൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി കാലം ഇവിടെ ജീവിക്കാം. മോന്റെ മദ്രസ പഠനം നമുക്ക് നാട്ടിലെത്തിയതിന് ശേഷം നടത്താം. കുറച്ച് കഴിഞ്ഞ് ജോലി നിർത്തി നാട്ടിലേക്ക് പോകാം. ഒരു വിധം നമ്മളൊന്ന് പാകപ്പെട്ടു വന്നാൽ നമുക്ക് നേരെ നാട്ടിലേക്ക് പോകാം. ആ നിൽക്കൽ ഏകദേശം 10 കൊല്ലത്തോളം നീണ്ടുപോയി. 10 കൊല്ലം കഴിഞ്ഞ് അവര് നാട്ടിലേക്ക് മടങ്ങുകയും ഈ കുട്ടിയെ നേരത്തെ അവര് 5 വയസ്സായപ്പം പരിസരത്തുള്ള ഒരു നല്ല മിഷണറി സ്കൂളിൽ ചേർത്തുകയും ചെയ്തു. ക്രിസ്ത്യൻ മിഷണറി നടത്തുന്ന നല്ല സ്കൂളിൽ ചേർത്ത്. നമ്മുടെ നാട്ടിലും അങ്ങനെ ഉണ്ടാകും മാതാപിതാക്കൾ. ക്രിസ്ത്യൻ മിഷണറി വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും മുന്നിൽ ഇപ്പോഴും നിൽക്കുന്നത് ക്രൈസ്തവ സമൂഹം തന്നെയാണ്. നമ്മൾ മുസ്ലിം ജനവിഭാഗവും ഹൈന്ദവ സമൂഹവും ഒക്കെ വിദ്യാഭ്യാസ കാര്യത്തിൽ അവരുടെ തൊട്ട് ബേക്കിൽ തന്നെയാണ്. ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ ബേക്കിൽ തന്നെയാണ്. ഇവിടെയാണ് നമ്മൾ അറിയേണ്ടത്, ക്രൈസ്തവ സമൂഹത്തിന്റെ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ അവരുടേതായ ചില നിയമങ്ങളും ചിട്ടകളും ഒക്കെ ഉണ്ടാകും. ഒരു കുട്ടി തലമറച്ചാണ് സ്കൂളിലേക്ക് വരുന്നതെങ്കിൽ ചില സ്കൂളുകളിൽ നിയമം വെക്കും, ഗേറ്റിന് പുറത്ത് വെച്ചുകൊണ്ട് തട്ടം മാറ്റി ബാഗിലിട്ടിട്ടേ കയറാൻ പാടുള്ളൂ. സ്കൂളിൽ ചേർത്തുന്ന സമയത്ത് തന്നെ അവരത് പറയുകയും നമ്മളെ കൊണ്ട് അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ ഒപ്പുവെക്കുന്ന സമയത്ത് ഇത് ചേർത്തിയിട്ടും ഉണ്ടാകും. പിന്നെ നമുക്ക് വോയിസ് ഒന്നും ഉണ്ടാവില്ല. അതുപോലെ പല സ്കൂളുകളിലും വെള്ളിയാഴ്ച ജുമുഅക്ക് പോകാൻ അവസരം കിട്ടാത്ത സ്കൂളുകൾ ധാരാളമുണ്ട്. വലിയ പൈസ ഡൊണേഷൻ ഒക്കെ കൊടുത്ത് മനുഷ്യർ ഇങ്ങനെയുള്ള ചില സ്ഥലങ്ങളിൽ കുട്ടികളെ ചേർത്താറുണ്ട്. ഇവിടെ ഈ മുസ്തഫയുടെ ബാപ്പയും ഉമ്മയും നല്ല ഒരു മിഷണറി സ്കൂളിൽ കുട്ടിയെ ചേർത്തി. നല്ല പരിശീലനം അവിടെ കുട്ടിക്ക് കിട്ടുകയും ഭാഷയും മറ്റു വിദ്യാഭ്യാസവും മുസ്തഫയ്ക്ക് നല്ലപോലെ കിട്ടിപ്പോന്നു എന്ന് മാത്രമല്ല, സ്കൂളിലെ ഏറ്റവും നല്ല കുട്ടിയായിട്ട് മുസ്തഫ മാറി. സ്കൂളിലെ ഏറ്റവും നല്ല കുട്ടി മുസ്തഫയായി മാറി. എന്ത് പറഞ്ഞാലും അനുസരിക്കുന്ന, ഏത് ഹോംവർക്ക് കൊടുത്താലും കൃത്യമായി ചെയ്ത് ആദ്യമായി കാണിക്കുന്ന, സ്കൂളിൽ ഏറ്റവും നേരത്തെ എത്തുന്ന,
എല്ലാ കാര്യത്തിലും മുന്നിൽ നിൽക്കുന്ന ഈ കുട്ടിക്ക് ആ സ്കൂളിന്റെ വാർഷിക യോഗത്തിൽ വെച്ചുകൊണ്ട് അവരൊരു അവാർഡ് കൊടുത്തു, ഒരു സമ്മാനം കൊടുത്തു. ആ സമ്മാനം എല്ലാം പൂർത്തിയാക്കി ചെയ്യുന്നവൻ എന്ന അർത്ഥം വരുന്ന ഒരു അറബി വാക്ക് മുസ്തഫയുടെ പേരിന്റെ കൂടെ ചേർത്ത് കൊടുത്തു. അങ്ങനെ അന്നു മുതൽ മുസ്തഫ കമാൽ ആയി മാറുകയാണ്. മുസ്തഫയുടെ പേരിന്റെ കൂടെ ഒരു വാല് വരുന്നത് ഈ മിഷണറി സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സ് കൊടുത്തതാണ്. അങ്ങനെ മുസ്തഫ ഏറ്റവും നന്നായി പഠിച്ചു വന്നു. മാതാപിതാക്കൾ പിന്നെ മദ്രസയിൽ ചേർത്തുന്നതൊക്കെ മറന്നു. അവരവരുടെ ജോലിയിൽ അങ്ങനെ മുഴുകി. കൊല്ലം 1, 2, 5, 8 കഴിഞ്ഞു 13, 14 വയസ്സ് ഈ കുട്ടിക്ക് എത്തിയപ്പോ അവര് തുർക്കിയിലേക്ക് മടങ്ങി. തുർക്കിയിലേക്ക് മടങ്ങിയപ്പോഴേക്ക് മുസ്തഫ കൗമാരപ്രായത്തിലേക്ക് കടന്ന കുട്ടിയായി മാറിയിട്ടുണ്ട്. ഈ കൗമാരപ്രായത്തിലേക്ക് കടക്കുമ്പോ ഒരു പ്രത്യേകത നമ്മൾ അറിയേണ്ടതുണ്ട്. മക്കളുടെ ജീവിതം 3 ഘട്ടമാണ്. കുട്ടികളുടെ ജീവിതം 3 ഘട്ടമാണ്. അത് നമ്മൾ അറിഞ്ഞു വെക്കണം. ഒന്നാമത്തെ ഘട്ടം ഏതാണ്? ജനിച്ച ഇടം മുതൽ 7 വയസ്സ് വരെയുള്ള സമയമാണ്. ജനിച്ച ഇടം മുതൽ 7 വയസ്സ് വരെയുള്ള സമയം. ആ സമയത്ത് ഈ കുട്ടികളുടെ ഒരു ശൈലി, അവന്റെ ഏറ്റവും വലിയ അടുത്തയാൾ ബാപ്പയും ഉമ്മയും അവന്റെ വീട്ടിലുള്ള ആളുകളുമായിരിക്കും. ബാപ്പയെ, ഉമ്മയെ, ഉപ്പാപ്പയെ, ഉമ്മാമ്മയെ, മറ്റുള്ളവരെ കണ്ടാണ് ഈ കുട്ടി പഠിക്കുന്നതും. അവരായിരിക്കും അവന്റെ ലോകമായി, അവളുടെ ലോകമായിട്ട് 7 വയസ്സ് വരെ വരുന്നത്. 7 വയസ്സ് കഴിഞ്ഞാൽ 13 വയസ്സ് വരെയുള്ള സമയമാണ് രണ്ടാമത്തെ ഘട്ടം. ഈ സമയമാകുമ്പോഴേക്ക് ഈ കുട്ടിയുടെ ലോകം മാറും. അവിടെ പിന്നെ അവന്റെ കൂട്ടുകാര് വരികയാണ്. ചെറിയ ചെറിയ കൂട്ടുകാരും സ്കൂളിലെ ടീച്ചേഴ്സും അവൻ കാണുന്ന മറ്റു പുറമെയുള്ള ചിത്രങ്ങളുമെല്ലാം മനസ്സിലേക്ക് കയറി വരികയും മറ്റൊരു ഘട്ടമായിട്ട് അത് മാറുകയും ചെയ്യും. ഈ സമയത്ത് ഈ കുട്ടിയുടെ ഉള്ളിലേക്ക് എന്താണോ എത്തിയത് അതായിരിക്കും ശേഷം ഈ കുട്ടിയിൽ നിന്ന് പുറത്തേക്ക് വരുന്നതെല്ലാം അതായിരിക്കും. നല്ലത് കുട്ടി നേരത്തെ കേട്ടിട്ടുണ്ടെങ്കിൽ നല്ലത് വരും. മോശപ്പെട്ട ശൈലിയോ സ്വഭാവമോ വാക്കുകളോ ആണ് ബാപ്പയിൽ നിന്ന്, ഉമ്മയിൽ നിന്ന്, വീട്ടിൽ നിന്ന്, നാട്ടിൽ നിന്ന് കുട്ടി കേൾക്കുന്നതെങ്കിൽ, അങ്ങനെയുള്ള അനുഭവങ്ങളാണ് വരുന്നതെങ്കിൽ ആ കുട്ടി മരിക്കുന്നത് വരെ അത് വന്നുകൊണ്ടിരിക്കും. മരിക്കുന്നത് വരെ ഈ 13 വയസ്സ് വരെയുള്ള ഘട്ടത്തിലെ കാര്യങ്ങൾ വരും. അത് നമ്മൾ അറിയേണ്ട ഒരു കാര്യമാണ്. 13 മുതൽ പിന്നെ അടുത്ത ഘട്ടം ആരംഭിക്കും. 13 മുതൽ 19 വരെയുള്ള 7 കൊല്ലം. അതിന് പറയുന്നത് ടീൻ ഏജ് എന്നാണ്. 13, 14, 15, 16, 17, 18, 19 ഈ 7 കൊല്ലം. ഈ 7 കൊല്ലം ഖുർആൻ പരാമർശിച്ചതാണ് കേട്ടോ. ഇങ്ങനെയാണ് ഈ 13 കൊല്ലോ, ഈ 13 മുതലുള്ള ഈ സമയം നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് സൂറത്തു ലുഖ്മാനിലെ 13ാമത്തെ ആയത്ത് മുതൽ 19ാമത് വരെയുള്ള ആയത്ത് നോക്കിയാൽ കാണാം. സൂറത്തു ലുഖ്മാനിലെ നമ്പർ 13ാമത്തെ ആയത്ത് വരുമ്പോഴേക്ക് അള്ളാഹു ലുഖ്മാൻ അലൈഹിസ്സലാമിലൂടെ ഒരു അത്ഭുതം കാണിച്ചു തരുന്നുണ്ട്. കൗമാരപ്രായത്തിലെ കുട്ടികൾക്ക് കൊടുക്കേണ്ട ഉപദേശങ്ങൾ ഖുർആൻ അടക്കി ഒതുക്കി വെച്ചത് ഈ 7 ആയത്തുകളിലാണ്. നിങ്ങളൊന്ന് നിങ്ങളുടെ കയ്യിലെ മൊബൈലിൽ ഖുർആൻ ഒന്ന് എടുത്തു നോക്കൂ. സൂറത്തു ലുഖ്മാനിലെ 13 മുതലുള്ള ആയത്തുകൾ എടുത്തു നോക്കൂ. അവിടെയാണ് മോനെ നീ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് അല്ലാഹു തആല പറയുന്നത്. 19ാമത്തെ ആയത്ത് വരുമ്പോഴേക്ക് കുട്ടി ഒരു കോളേജ് പ്രായത്തിലേക്ക് വരും. അപ്പൊ ആ കുട്ടിയോട് പറയുന്നുണ്ട്, മോനെ നീ അച്ചടക്കമുള്ളവനായി മാറണം, നീ അഹങ്കരിക്കാൻ പാടില്ല, നിന്റെ ശബ്ദം മിതമായി മാറണം. ഏറ്റവും മോശപ്പെട്ട ശബ്ദം കഴുതയുടെ ശബ്ദമാണ്. നീ ഇങ്ങനെ ചീറിയിട്ട്, നീ ഇങ്ങനെ കൊരച്ചിട്ട് വലിയ തോതിൽ ശബ്ദം ഉണ്ടാക്കി മാറിയാൽ നിനക്ക് വിലയുണ്ടാവില്ല മോനെ. ഇത് പറയുന്നത് 19ാമത്തെ വചനത്തിലാണ്. അതിന്റെ മുമ്പുള്ളതിൽ പറയുന്നുണ്ട് എങ്ങനെയാണ് മോനെ നീ ബാക്കി കാര്യങ്ങൾ ചെയ്യേണ്ടത്. ആദ്യത്തിൽ പറയുന്നത് ഉമ്മയെ ബാപ്പയെ ഇഷ്ടപ്പെടാനാണ്, അവരെ സ്നേഹിക്കാനാണ്. എന്നിട്ട് പറയാണ് ആ ബാപ്പയും ഉമ്മയും സൃഷ്ടാവായ അള്ളാഹുവും തമ്മിൽ അടുത്ത ബന്ധമുണ്ട്.
നിന്റെ എല്ലാ കാര്യങ്ങളും കിടക്കുന്നത് ഈ അള്ളാഹുവിലേക്കുള്ള നിന്റെ പാലം ഉമ്മയും ബാപ്പയുമാണ്. അവരുടെ സ്നേഹത്തിലാണ് നിന്റെ എന്റെ സ്നേഹം നിൽക്കുന്നത്. ഇത് നീ ശ്രദ്ധിക്കണമെന്ന് 13 തുടങ്ങിയിട്ട് ഈ 7 വചനങ്ങൾ എടുത്തു നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. വിശദീകരിക്കാൻ നേരമില്ലാത്തത് കൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് പോണില്ല. ഒരു 2 മണിക്കൂർ വേണമെങ്കിൽ ചുരുങ്ങിയത് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് അവിടെ ഉള്ളത്. അപ്പൊ ഇതൊരു പ്രധാനപ്പെട്ട ഘട്ടമാണ് 13 മുതൽ 19 വരെയുള്ള സമയം. ആ സമയത്ത് നമ്മുടെ മക്കളുടെ പ്രത്യേകത എന്തായിരിക്കും? ആ സമയത്ത് കുട്ടികളിൽ കൂടുതൽ കാണുന്ന ഒരു കാര്യം, തൊട്ടപ്പുറത്തുള്ള എതിർ ലിംഗത്തിലുള്ള അവരോട് അടുപ്പം കൂടുതൽ വരും. വികാരം സാധാരണ ഒരു മനുഷ്യനുള്ളതിന്റെ ഇരട്ടി വരും ഈ കൗമാരപ്രായത്തിലുള്ള ആൺകുട്ടികളിലും പെൺകുട്ടികളിലും. ആ സമയം മുതൽ 13 മുതൽ തന്നെ തുടങ്ങും. അതിങ്ങനെ ഒരു 20 വരെ നീണ്ടു നിൽക്കും. ഈ കാണുന്ന രൂപത്തിൽ അങ്ങനെ അങ്ങ് വലിയ തോതിൽ വരും. രണ്ടാമത്തെ ഒരു കാര്യമുള്ളത്, അവർക്ക് വലിയ ദേഷ്യം വരും. കുറച്ചുകൂടി കഴിയുമ്പോൾ 13-ലില്ല, കുറച്ചുകൂടി കഴിയുമ്പോഴേക്ക് വലിയ വികാര വിക്ഷോഭങ്ങൾ അവരുടെ ഉള്ളിൽ രൂപപ്പെടും. പറയുമ്പോഴേക്ക് ദേഷ്യം പിടിക്കും, പറയുമ്പോഴേക്ക് ചിലപ്പോൾ ചൂടാവും. അങ്ങനെയൊക്കെയുള്ള ചെറിയ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലൊന്നും അവർക്ക് ഇഷ്ടാവില്ല. ഇതൊക്കെ വരുന്ന ഒരു പ്രായമാണ് 13 മുതൽ 19 വരെ. ആ സമയം എങ്ങനെയാണ് ഇത് ഇങ്ങനെയൊക്കെ ആയി മാറുന്നത്? ഈ കുട്ടി ഒരു പരിപൂർണമായ പുരുഷനോ അല്ലെങ്കിൽ ശരിയായ രൂപത്തിലുള്ള ഒരു പുരുഷനോ സ്ത്രീയോ ആയി മാറുന്ന ആ ഘട്ടത്തിലേക്ക് കടക്കുന്നത് 13 മുതൽ 19 വരെയുള്ള ഈ ഘട്ടത്തിലാണ്. ഈ സമയത്ത് കുട്ടിയുടെ ഉള്ളില് ഹോർമോണിന്റെ പ്രവർത്തനം വലിയ തോതിൽ നടക്കും. അവർക്ക് വലിയ തോതിൽ വിയർപ്പ് ഉണ്ടാകും. വിയർപ്പ് ഗ്രന്ഥികളൊക്കെ വലിയ തോതിൽ ഇങ്ങനെ വിയർപ്പ് ഉൽപ്പാദിപ്പിക്കും. ചിലപ്പോൾ സ്കൂളൊക്കെ വിട്ടു വരുന്ന കുട്ടികളെ വലിയ തോതിൽ നമുക്ക് ഈ വിയർപ്പിന്റെ ഈ ഒരു ഗന്ധം നമുക്ക് അനുഭവപ്പെടും. അത് ശരീരത്തിൽ വരുന്ന ഈ ഒരു മാറ്റത്തിന്റെ ഭാഗമാണ്. അതിന്റെ കൂടെ ഈ കുട്ടിയിൽ വരുന്ന ഒരു കാര്യം, പൂർണ്ണമായ അല്ലെങ്കിൽ ശരിയായ ഒരു പുരുഷനിലേക്ക് സ്ത്രീയിലേക്കുള്ള വളർച്ചയുടെ ഘട്ടമായതുകൊണ്ട് തന്നെ അവൻ ഇങ്ങനെ തോന്നും, എന്നെ ഇപ്പൊ ആരും ഇനി ഉപദേശിക്കണ്ട, എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. അവൻ അവൻ്റെതായ ഒരു ടീമിനെ രൂപപ്പെടുത്തുകയോ അവരിൽ നിന്ന് അറിവും കാര്യങ്ങളും നേടുകയോ ചെയ്തു തുടങ്ങുന്ന സമയമാണ്, സ്വയം തീരുമാനമെടുക്കുന്നതിലേക്ക് പോകുന്ന സമയമാണ് 13 വയസ്സ് മുതൽ അങ്ങോട്ടുള്ള സമയം. ഇതുകൊണ്ടാണ് ചില ഉമ്മമാർക്ക് ഒരു പിഴവ് സംഭവിക്കാറുണ്ട്. ഏതാണ് പിഴവ് സംഭവിക്കാറുള്ളത്? നമ്മൾ നമ്മുടെ മക്കളെ ഏതെങ്കിലും ഒരു നല്ല ദഅ്വ കോളേജിൽ ചേർത്തണം, ഒരു നൂറാനിയാക്കണം, മദീനത്തു നൂറിൽ ആ കുട്ടിയെ ചേർക്കണം. അതല്ലെങ്കിൽ കുറ്റ്യാടിയിലെ സിറാജുൽ ഹുദയുടെ ഏറ്റവും നല്ല ക്യാമ്പസിൽ എൻ്റെ മോനെ ചേർക്കണം എന്നൊക്കെ ഒരു ഉമ്മയ്ക്ക് ആഗ്രഹം. അങ്ങനെ അവര് അതിനുവേണ്ടി ശ്രമം നടത്തുന്നത് SSLC കഴിഞ്ഞതിന് ശേഷമാണ്. SSLC കഴിഞ്ഞതിന് ശേഷം ഈ കുട്ടിയെ കൊണ്ടുപോയിട്ട് ഈ സ്ഥാപനത്തിൽ ചേർത്താൻ വേണ്ടി പോയാൽ ഇതിന് കൊണ്ടുപോകുന്നവരിൽ ഒരു 20% ഏറി വന്നാൽ 1/3 ഭാഗമോ ഒക്കെ നമ്മുടെ ഈ ലക്ഷ്യത്തിനനുസരിച്ച് ഉയർന്നു വരും. 2/3 ഭാഗത്തെ ചിലപ്പോൾ ഈ വഴിക്ക് കിട്ടില്ല, അല്ലെങ്കിൽ പോയാൽ തന്നെ വഴിയിൽ വെച്ച് പോരും. അതിന്റെ കാരണം എന്താണ്? ഈ കുട്ടി തന്റെ ഈ 13 വയസ്സ് മുതലുള്ള 2-3 കൊല്ലം കൊണ്ട് അവന്റെ ഏത് രൂപത്തിലാണ് ഭാവി എന്ന് അവൻ തീരുമാനിച്ചിട്ടുണ്ടാകും. അപ്പൊ നമ്മൾ 10ാം ക്ലാസ് കഴിഞ്ഞല്ല കുട്ടികളെ എന്ത് ചെയ്യേണ്ടത്? കുട്ടികളെ നമ്മളൊരു നല്ല ലക്ഷ്യത്തിലേക്ക് വഴി നടത്തുന്നുവെങ്കിൽ കൊണ്ടുപോകേണ്ടത് 10ാം ക്ലാസ് കഴിഞ്ഞല്ല, അതിനു മുമ്പേ വേണമെന്നാണ് ആധുനിക സൈക്കോളജി നമ്മോട് പറയുന്നത്. നേരത്തെ തന്നെ ഒരു 13 വയസ്സിനും മുമ്പ് തന്നെ കുട്ടികളെ ആ വഴിക്ക് കൊണ്ടുവരണം. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ നിസ്കാരം കൊണ്ട് കൽപ്പിക്കേണ്ടത് 7 വയസ്സ് മുതലാണ്. അവിടെ മുതൽ തുടങ്ങണം. അവിടെ മുതൽ അങ്ങനെ തുടങ്ങി പോന്നാലേ 15 വയസ്സായി SSLC കഴിയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന ഒരു റൂട്ടിലൂടെ ഈ കുട്ടി പോരുന്നിടത്തേക്ക് കാര്യത്തുള്ളൂ. 15 വയസ്സാകുമ്പോ നമ്മള് ദുആ ചെയ്ത് വയലിന് പോയപ്പോ നേർച്ച കൊടുത്ത് സംഭാവന കൊടുത്ത് ഒക്കെ ചെയ്താലും കുട്ടി ചിലപ്പോ ദഅ്വ കോളേജിൽ നിൽക്കൂല. അതിന്റെ കാരണം അവന്റെ മനസ്സ് അതിനു മുമ്പേ മറ്റൊരു വഴിക്ക് പോയിട്ടുണ്ട് എന്നതാണ്. അത് നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ടാകണം. ഇരിക്കട്ടെ, നമുക്ക് മുസ്തഫ കമാലിലേക്ക് പോകാം. മുസ്തഫ കമാലിന് 13-14 വയസ്സുള്ള സമയത്താണ്
13-14 വയസ്സ് മുസ്തഫ കമാലിന് പ്രായമുള്ള സമയത്താണ് ഇവര് തിരിച്ച് തുർക്കിയിലെത്തുന്നത്. തുർക്കിയിലെത്തിയപ്പോ ബാപ്പയും ഉമ്മയും പറഞ്ഞു, മോനെ നമുക്ക് ഒരു നല്ല മദ്രസയിൽ നിന്നെ ചേർത്തണമെന്ന് ആഗ്രഹമുണ്ട്. അന്ന് നമുക്ക് ഗ്രീസില് സലോണിക്കയിൽ വെച്ചുകൊണ്ട് നിന്നെ ചേർത്താൻ നോക്കിയപ്പോ കഴിഞ്ഞില്ലല്ലോ, ഏതെങ്കിലും ഒരു നല്ല മദ്രസയിൽ ചേർത്തിട്ടെ. മുസ്തഫ സ്വന്തം തീരുമാനം പ്രായമായിട്ടുണ്ട്. മുസ്തഫ പറഞ്ഞു, ഞാൻ ഖുർആൻ പിന്നെ പഠിക്കുക. ഇപ്പൊ ഉപ്പ ഉള്ള ജോലി ഒഴിവാക്കിയല്ലേ പോകുന്നത്, അതുകൊണ്ട് വേഗത്തിൽ ജോലി കിട്ടുന്ന എന്തെങ്കിലും ഒരു കാര്യം എനിക്ക് പഠിക്കണം. അതെന്താ നീ കണ്ടത് എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, തുർക്കിയിൽ വേഗം ജോലി കിട്ടുന്ന ഒരു പണി പട്ടാളത്തിൽ ചേരുക എന്നതാണ്, മിലിറ്ററിയിൽ ചേരുക എന്നതാണ്. അപ്പൊ മിലിറ്ററിയിൽ ചേർന്നാൽ വേഗത്തിൽ ജോലി കിട്ടും. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിക്കുന്നത് ഏറ്റവും നല്ല സൈനിക സ്കൂളിൽ, മിലിറ്ററി സ്കൂളിൽ ചേരാനാണ്. 3-4 കൊല്ലത്തെ അല്ലെങ്കിൽ 5 കൊല്ലത്തെ പഠനം കഴിഞ്ഞാൽ ജോലി കിട്ടും. പിന്നെ ഞാൻ ഖുർആൻ പഠിച്ചോളാം. മദ്രസ ഇവിടെ ഉണ്ടല്ലോ, സൗകര്യങ്ങൾ ഉണ്ടല്ലോ, ഇവിടെയൊക്കെ ഉസ്താദുമാരുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ അത് ഉപയോഗപ്പെടുത്താം എന്ന് മുസ്തഫ പറഞ്ഞു. അപ്പൊ മുസ്തഫ അവിടെ നിന്ന് മിലിറ്ററി സ്കൂളിൽ ചേർന്ന് പഠിക്കുകയും അവിടെ വെച്ചുകൊണ്ട് തന്റെ വ്യക്തിത്വം രൂപപ്പെട്ടു വരികയും അവിടെ നിന്നൊരു ടീമിനെ തനിക്ക് പറ്റിയവരെ കിട്ടുകയും ചെയ്തപ്പോ എപ്പോഴോ പ്രാക്ടിക്കലിന്റെ ഭാഗമായിട്ട് കയ്യിലേക്ക് തോക്ക് കിട്ടിയപ്പോ മുസ്തഫ പറയുന്നുണ്ട്, ഇതുപോലെ സ്വതന്ത്രമായി ഉപയോഗിക്കാൻ എനിക്ക് തോക്ക് കിട്ടിയാൽ ആദ്യമായിട്ട് ഞാൻ ചെയ്യുക, നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഖലീഫയുടെ നെഞ്ചിനു നേരേക്ക് വെടിവെക്കണം, ഖലീഫയെ വലിച്ച് താഴേക്കിടണം. നമ്മുടെ രാജ്യം ഇന്ന് കാണുന്ന രൂപത്തിലൊക്കെ ആയി മാറാൻ കാരണം ആ ഖലീഫയാണ്, അയാളുടെ കൾച്ചറാണ് എന്ന് ഈ കുട്ടി പറയുന്നുണ്ട്. എവിടെ നിന്നാണ് കുട്ടിക്ക് ഇത് കിട്ടിയത്? കുട്ടിക്ക് ഇത് കിട്ടിയത് 5 വയസ്സായപ്പോ കൊണ്ടുപോയി ചേർത്തിയ സ്കൂളിൽ നിന്ന് കിട്ടിയതാണ്. അവിടെ പഠിപ്പിച്ച ഒരു ടീച്ചറിൽ നിന്നാണ് ഈ കുട്ടിക്ക് ചെറിയ ചെറിയ ചില ചോദ്യങ്ങളെ ടീച്ചർ ചോദിച്ചിട്ടുള്ളൂ. ഈ കുട്ടിയോട് നല്ല രൂപത്തിൽ പഠിക്കുന്ന മോനോട് ചോദിച്ചു, മോനെ നിങ്ങൾ തുർക്കിയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നതിന്റെ കാരണം എന്തായിരിക്കും? മുസ്തഫ പറഞ്ഞു, അറിയില്ല. കുറെ ദിവസം കഴിഞ്ഞു ടീച്ചർ മറുപടി പറഞ്ഞു, ഇങ്ങനെ എത്തിയതിന്റെ കാരണം നിന്റെ നാട്ടിൽ ജോലി ഇല്ലാഞ്ഞിട്ട് ഉപ്പയ്ക്ക് ഒരു ജോലിക്ക് വേണ്ടി സലോണിക്കയിലേക്ക് വന്നതാണ്. മറ്റൊരു സമയത്ത് ടീച്ചർ ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് നിന്റെ നാട്ടിൽ ജോലി ഇല്ലാത്തത്? നിന്റെ നാട്ടിലെ ഭരണാധികാരികൾ ഉറക്കം തൂങ്ങികളാണ്, അവർക്ക് ആലോചനാശേഷിയില്ല. ഉസ്മാനിയ ഖിലാഫത്തിന്റെ അന്നത്തെ ആളുകള് അവര് സുഖലോലുപരാണ്. ഈ കുട്ടിയുടെ ഉള്ളിൽ ഭരണാധികാരികളെ ഖലീഫമാർക്കെതിരെയും അവർ ഉൾക്കൊള്ളുന്ന ആദർശത്തിനെതിരെയും ഈ ദേഷ്യം വരാൻ ചെറിയ പ്രായത്തിലെ ഇട്ടുകൊടുത്തിരിക്കുന്ന ഈ ചെറിയ ചെറിയ നുറുങ്ങുകൾ, ഈ വിഷവിത്തുകൾ അത് ഉള്ളിൽ അങ്ങനെ ഉണ്ടായിരുന്നു. മിലിറ്ററിയിൽ എത്തിയ സമയത്ത് അതിങ്ങനെ വളർന്നു വരികയും ഇവരെ കൊല്ലലാണ്, വലിച്ചു താഴെയിടലാണ് എന്റെ ലക്ഷ്യമെന്ന കുട്ടി പ്രഖ്യാപിക്കുകയും 1922 ആയപ്പോഴേക്ക് മുസ്തഫ ഒന്നിലധികം വരുന്ന അട്ടിമറികളും ബാക്കിയുള്ള കാര്യങ്ങളും ജയിൽ ജീവിതവും ഒക്കെ കഴിഞ്ഞ് തുർക്കിയിലെ പട്ടാളത്തിന്റെ പരമോന്നത പദവിയിലെത്തിയതിനു ശേഷം തന്റെ പട്ടാളക്കാരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഖലീഫമാരുടെ മുമ്പിലേക്ക്, കൊട്ടാരത്തിലേക്ക് മാർച്ച് ചെയ്ത് അവരെ വലിച്ച് താഴേക്കിട്ട് തുർക്കിയുടെ ഭരണാധികാരിയായി മാറുകയും ചെയ്തിടത്താണ് ഇസ്ലാമിക ഖിലാഫത്തിന്റെ അന്ത്യം വരുന്നതും തുർക്കി എന്ന് പറയുന്ന രാജ്യം ഞാൻ നേരത്തെ പറഞ്ഞ അവസ്ഥയിലേക്ക് പോകുന്നതും മദ്രസയെ പഠിക്കാത്ത ഒരു കുട്ടി വന്നതാണ് കാരണമായി മാറിയത് എന്നാണ് ഞാൻ ഈ പറഞ്ഞതിന്റെ ആകത്തുക. തുർക്കിയിൽ മുസ്ലിമീങ്ങൾ 99.98 ആണ്. 5.5 നൂറ്റാണ്ട് കാലം ഇസ്ലാമിക ഖിലാഫത്തിന്റെ കേന്ദ്രം തുർക്കിയാണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഇസ്ലാം എത്തിയ നാടാണ് തുർക്കി എന്ന് പറയുന്ന നാട്. രസകരമായ ഒരു കാര്യം കൂടി 2007 മലയാള മനോരമയിൽ വായിച്ചിട്ടുണ്ടായിരുന്നു. അതെന്താണ്? തുർക്കിയിലെ ഒരു സ്കൂളിൽ ജോലി ചെയ്യുന്ന ടീച്ചർ, ആ ടീച്ചർ പ്രൈമറി സ്കൂളിൽ ജോലി ചെയ്യുന്ന ടീച്ചർക്ക് ആ സ്കൂളിൽ തന്നെ ഹെഡ് മിസ്ട്രസിന്റെ ഒഴിവ് വന്നു, പ്രധാന അധ്യാപികയുടെ ഒഴിവ്. എല്ലാം കൊണ്ടും ഈ ടീച്ചറാണ് അതിന് അർഹ. അവർ അപേക്ഷ കൊടുത്തുവെങ്കിലും വിദ്യാഭ്യാസ വകുപ്പ് അവർക്ക് അവസരം കൊടുത്തില്ല. അവര് കേസ് കൊടുത്തു.
ചെറിയ കോടതിയിൽ നിന്നൊക്കെ കേസ് ടീച്ചർക്ക് എതിരായി മാറി. അവിടുത്തെ സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തു. സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തപ്പോൾ ആ നാട്ടിലെ ഏറ്റവും വലിയ പ്രമാദമായ ഒരു കേസായിട്ട് ഈ ടീച്ചറുടെ കേസ് മാറി. അങ്ങനെ ഈ കേസിന്റെ വിധി വരുന്നത് 2007 2006 അവസാനത്തിലോ ആണ്. അന്നത്തെ സുപ്രീം കോടതിയിലെ, തുർക്കിയിലെ സുപ്രീം കോടതിയിലെ 5 പ്രധാനപ്പെട്ട മജിസ്ട്രേറ്റുമാര് ഒന്നിച്ചിരുന്നു കൊണ്ട് വിധി പറഞ്ഞു. എന്താ പറഞ്ഞത്? ഈ ടീച്ചർക്ക് ആ സ്കൂളിലെ പ്രധാന അധ്യാപികയുടെ തസ്തിക അനുവദിച്ചു കൊടുക്കരുത് എന്ന വിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനം ശരിയാണ്, അവർക്കതിന് അർഹതയില്ല. കാരണമായി പറഞ്ഞത് എന്താണ്? ഈ ടീച്ചർ സ്കൂളിൽ വരുന്ന സമയത്ത് തല മറക്കുന്നുണ്ട്, സ്കാർഫ് വെക്കുന്നുണ്ട് എന്നതായിരുന്നു. ഇത് മലയാള മനോരമയിലും നമ്മുടെ നാട്ടിലെ പത്രത്തിലും വാർത്ത വന്നത് എങ്ങനെയാണ്? ഈ വിധി അങ്ങ് പ്രസ്താവിച്ചപ്പോഴേക്ക് അവിടെ ഉണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരൻ വക്കീല് അയാളുടെ പോക്കറ്റിൽ കരുതിയിരുന്ന തോക്കെടുത്തുകൊണ്ട് 5 ജഡ്ജിമാരെ നേരേക്കും വെടിവെച്ചു. മജിസ്ട്രേറ്റുമാരെ വെടിവെച്ച ഈ വക്കീലിന്റെ അഡ്വക്കറ്റിന്റെ പേര് അസ്പലാൻ അസ്ലം എന്നാണ്. അയാൾ വെടിവെച്ചു, 5 പേരെ വെടിവെച്ചു. ഒരാൾ മരിച്ചു, ബാക്കി 4 പേർക്ക് പരിക്കു പറ്റി. തുർക്കിയിലെ കോടതിയില്, സുപ്രീം കോടതിയിൽ ഭീകരാക്രമണം എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അന്ന് ഈ വാർത്ത മലയാള പത്രത്തിൽ വന്നത്. അസ്പലാൻ അസ്ലമിനോട് ചോദിച്ചു, നീ എന്തിനാണ് ഈ പണി ചെയ്തത് എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, ഈ സ്ത്രീ തലമറച്ചു എന്ന കാരണത്താൽ അർഹതപ്പെട്ട ഒരു തസ്തിക കൊടുക്കാതെ ഈ സ്ത്രീയെ ഇത്രമാത്രം ദ്രോഹിച്ച ഈ മനുഷ്യന്മാരെ ഞാൻ പിന്നെ എന്ത് ചെയ്യാനാണ് എന്ന് ചോദിച്ചിട്ടുണ്ട് അസ്പലാൻ അസ്ലം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ. ഇപ്പൊ തുർക്കി തിരിച്ചു വന്നു. റജബ് തയ്യബ് ഉർദുഗാൻ എന്ന് പറയുന്ന ഭരണാധികാരി വന്നതിന് ശേഷം ഇപ്പൊ തുർക്കി ആ നിയമമൊക്കെ മാറ്റിക്കൊണ്ടുവന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു ബാപ്പയും ഉമ്മയും തന്റെ മകനെ 5 വയസ്സായ സമയത്ത് ഒരു മദ്രസയിൽ ചേർത്താൻ തെരഞ്ഞു നോക്കിയപ്പം അവസരം കിട്ടാതെ വന്നതിന്റെ ദുരന്തമാണ് ഇന്ന് അറബ് ശരിക്കും ഉച്ചരിക്കാൻ കഴിയാതെ പോലും ആ നാട്ടിലെ മനുഷ്യന്മാര് പ്രയാസപ്പെടുന്നത്. നമ്മളൊക്കെ ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് എന്ന് തൽബിയത്ത് ചെല്ലുമ്പോ തുർക്കികൾ ചെല്ലാറ് ലബ്ബൈച്ച് അല്ലാഹുമ്മ ലബ്ബൈച്ച് എന്നാണ്. നമ്മുടെ നാട്ടിലെ കുട്ടികൾ ലോകം മുഴുവനും പോയിട്ട് ഖുർആൻ പാരായണ മത്സരത്തിൽ പങ്കെടുത്ത് അവാർഡുകളും സമ്മാനങ്ങളും വാങ്ങുമ്പോ തുർക്കികൾക്ക് ഇപ്പോഴും അതിന് ആ രൂപത്തിൽ കഴിയില്ല. അതിന്റെ കാരണം എന്താണ്? ഈ ആഘാതത്തിൽ നിന്ന് തുർക്കി കരകയറി വരണം. ഒരു വലിയ ദുരന്തം കൂടി പറയണം. ഇന്ന് നമ്മുടെയൊക്കെ മനസ്സിനെ ഏറ്റവും അധികം വേദനിപ്പിക്കുന്ന വാർത്തകൾ വരുന്നത് ഫലസ്തീനിൽ നിന്നാണ്, ഗസയിൽ നിന്നാണ്. ചെറിയ കുഞ്ഞുമക്കൾ, ആ കുഞ്ഞുമക്കളുടെ കൈയില്ല, കാലില്ല, ചിലത് മരിച്ചു വീണ് കിടക്കുകയാണ്. ഇപ്പോഴിതാ കാണുന്നുണ്ട്, കൂട്ടത്തോടെ മനുഷ്യർ മരുഭൂമിയിലൂടെ നടക്കുകയാണ്. ഉള്ളത് വാരിപ്പെറുക്കിയിട്ട് കഴിഞ്ഞ ഒരു 3/4 നൂറ്റാണ്ട് കാലമായിട്ട് ഈ പാവപ്പെട്ട മനുഷ്യർ യാതന തിന്നുകയാണ്. അവരെ കൊല്ലുകയാണ്. ക്രൂരത വലിയ തോതിൽ അരങ്ങേറുകയാണ്. അവിടെ ഇന്നത്തെ ഈ പിശാചിന്റെയും മുൻഗാമിയായ വേറൊരു പിശാചുണ്ടായിരുന്നു. അയാളുടെ പേര് ഏരിയൽ ഷാറോൺ എന്നാണ്. ഏറ്റവും കൂടുതൽ 1948 ശേഷം ദുരന്തമുണ്ടാക്കിയ മനുഷ്യൻ ഏരിയൽ ഷാറോണാണ്. പിന്നെയാണ് ബെഞ്ചമിൻ നെതന്യാഹു വരുന്നത്. ഈ ഏരിയൽ ഷാറോണിന്റെ ഓഫീസിൽ ചില്ലിട്ട് വെച്ച ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു എന്ന് കാസിം ഇരിക്കൂർ എന്ന പത്രപ്രവർത്തകൻ എഴുതിയ ലേഖനത്തിൽ വായിച്ചിട്ടുണ്ട്. അയാളുടെ ഈ ഏരിയൽ ഷാറോണിന്റെ തലക്കുമേലെ അയാൾക്ക് ആവേശം പകർന്ന് അങ്ങനെ ഉണ്ടായിരുന്ന ഫോട്ടോ കഷണ്ടി മെല്ലെ കയറി തുടങ്ങിയ, കോട്ടും ഓവർകോട്ടും ഒക്കെ ഇട്ട് ടൈ കെട്ടിയ വെളുത്തു സുന്ദരനായ ഒരു പുരുഷന്റെ ഫോട്ടോയായിരുന്നു. ഈ ഫോട്ടോ ഏതാണെന്നറിയോ? പലസ്തീനിലെ പാവപ്പെട്ട ഈ മനുഷ്യരെ കൊന്നൊടുക്കാൻ ഏരിയൽ ഷാറോണിന് ധൈര്യം പകർന്നു കൊടുത്ത ഈ മനുഷ്യന്റെ പേര്
മുസ്തഫ കമാൽ എന്നായിരുന്നു എന്നുകൂടി നമ്മൾ അറിയണം. അപ്പൊ ഈ ദുരന്തത്തിന്റെ ആഴം എത്രമാത്രമുണ്ട്. നേരത്തെ സ്കൂളിൽ നിന്നും മറ്റുള്ളയിടത്തു നിന്നും കിട്ടിയ ഇസ്ലാമിനെ കുറിച്ചും മുസ്ലിംകളെ കുറിച്ചും ഖലീഫമാരെ കുറിച്ചും ഒക്കെ കിട്ടിയ തെറ്റായ ധാരണകൾ തിരുത്താൻ നമുക്ക് ഒരു മദ്രസ സംവിധാനമോ ദർസ് സംവിധാനമോ മറ്റു കാര്യങ്ങളോ ഇന്നുള്ളതുപോലെ ആ ഗ്രീസിലെ സലോണിക്കയിൽ ജീവിച്ച കാലത്ത് മുസ്തഫയ്ക്ക് കിട്ടാതെ പോയതാണ്. മുസ്തഫ ഇത്രമാത്രം വലിയ ഭീകരവാദിയും തെമ്മാടിയും ക്രൂരനുമായി മാറിയത് എന്നതാണ് ഞാൻ പറഞ്ഞതിന്റെ ആകത്തുക. ഇനി ഇതിന്റെ ഒരു മറുഭാഗം പറയണം. അതേതാണ്? 12 വയസ്സായപ്പം ഒരു കുട്ടി യതീമാവുകയാണ്. കോഴിക്കോട് ജില്ലക്കാരനാണ്. ഉണ്ണികുളം ഗ്രാമപഞ്ചായത്തിലാണ് അവര് ജീവിക്കുന്നത്. 12 വയസ്സായപ്പോ ബാപ്പ മരിക്കുകയാണ്. ബാപ്പ മരിക്കുന്നതിന് മുമ്പ് ബാപ്പ ഉമ്മയെ വിളിച്ചുകൊണ്ട് പറയാണ്, ഞാന് ഇനി ഈ രോഗത്തിൽ നിന്നൊരു പക്ഷേ ഇനി തിരിച്ചു വരവുണ്ടാകില്ല. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നീ നമ്മുടെ മക്കളെ ഖുർആൻ പഠിപ്പിക്കണം, അവരെ നീ നല്ല പോലെ വളർത്തണം, ദീനിന്റെ മാർഗത്തിൽ അവരെ ഉയർത്തിക്കൊണ്ടുവരണമെന്ന് വസിയത്ത് ചെയ്ത് ആ ബാപ്പ മരിക്കുകയാണ്. ആ ബാപ്പയുടെ പേര് മൗത്തരിയിൽ അഹമ്മദ് ഹാജി എന്നാണ്. അന്ന് അവിടെ ഉണ്ടായിരുന്ന മക്കളിൽപ്പെട്ട ഒരു മകൻ, ആ മകൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. ആ മകന്റെ പേര് അബൂബക്കർ മുസ്ലിയാർ എന്നാണ്. നമ്മളൊക്കെ ആദരവോടെ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് എന്ന് വിളിക്കുന്ന ഈ വലിയ മനുഷ്യന് 12 വയസ്സ് പ്രായമായ സമയത്ത് മരിക്കാൻ കിടക്കുന്ന ബാപ്പ ഉമ്മയെ ഏൽപ്പിക്കുകയാണ്, ഈ മക്കളെ ഏൽപ്പിച്ചുകൊണ്ട് പറയാണ്, നീ ഈ കുട്ടികൾക്ക് ഖുർആൻ പഠിപ്പിക്കണം. അങ്ങനെ ഈ ബാപ്പയുടെ വിയോഗത്തിന് ശേഷം ഉമ്മ കുട്ടികളെ ഖുർആൻ നന്നായി പഠിപ്പിക്കുന്നു, ദർസിൽ നല്ലപോലെ വളർത്തുന്നു, അങ്ങനെ ഉയർത്തി അങ്ങനെ കൊണ്ടുവരുന്നു. അതിന്റെ ഗുണം ഇന്ന് നമ്മുടെ രാജ്യവും ലോകവും അനുഭവിക്കുകയാണ്. കഴിഞ്ഞതിന്റെ മുമ്പത്തെ ഞായറാഴ്ച ഞാൻ കൊല്ലത്തുണ്ടായിരുന്നു. കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ രാവിലെ വന്നു നിന്ന ഒരു ട്രെയിനിൽ നിന്ന് വീൽ ചെയറിൽ കാന്തപുരം ഉസ്താദിനെ ഇങ്ങനെ ഉന്തി കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് ആ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന അമുസ്ലിമീങ്ങളായ ആളുകൾ, പൊതുസമൂഹം, അവര് പറയാണ്, ഈ ഉസ്താദ് ഇതാണ് നിമിഷപ്രിയയെ രക്ഷപ്പെടുത്തിയ ഉസ്താദ്, ഈ ഉസ്താദാണ് നിമിഷപ്രിയയെ കൊലക്കയറിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ഉസ്താദ്, ഈ പോകുന്ന ഉസ്താദാണ്. അതിരാവിലെ ആ പ്ലാറ്റ്ഫോമിലുള്ള മനുഷ്യന്മാര് മുഴുവനും ഈ പണ്ഡിതനെ തിരിച്ചറിയുകയാണ്. ഉസ്താദിന് നിമിഷപ്രിയ ഉസ്താദ് കണ്ടിട്ടില്ല, ആ കുടുംബത്തെ കണ്ടിട്ടില്ല, അവരെവിടെയാണ് എന്നതുപോലും കൃത്യമായിട്ട് അറിയില്ല. പക്ഷേ തന്റെ അടുത്തേക്ക് 1-2 പ്രധാനപ്പെട്ട ആളുകൾ വന്നപ്പോൾ അവിടെ ഉസ്താദ് ചിന്തിക്കുന്നത്, ഞാൻ ഈ പെൺകുട്ടിക്ക് വേണ്ടി എന്നാൽ കഴിയുന്നത് ചെയ്യണം. ക്രൈസ്തവ സമൂഹത്തിന്റെ ഭാഗമായി ജനിച്ചു ജീവിച്ച് ഇങ്ങനെ ഒരു വലിയ ദുരന്തത്തിൽ, ട്രാജഡിയിൽപ്പെട്ട ഈ പെൺകുട്ടിയെ മാനുഷിക പരിഗണന നൽകി രക്ഷപ്പെടുത്തണമെന്ന് ഇവിടെ ഈ ഉസ്താദിന്റെ ഉള്ളിലേക്ക് ഇട്ടുകൊടുത്തത് വിശുദ്ധമായ ഖുർആനാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്ദേശമാണ്. അതേ സമയത്ത് മുസ്തഫ കമാലിന്റെ ഉള്ളിൽ യഹൂദർക്ക് പോലും പ്രചോദനമാകുന്ന ക്രൂരതകൾ നിറഞ്ഞു കവിഞ്ഞത്, മദ്രസയിൽ പോകാൻ കഴിയാത്തതും ഖുർആൻ പഠിക്കാൻ കഴിയാത്തതും അതുപോലെ പിന്നെ ഇസ്ലാമിന്റെ പാഠങ്ങൾ പഠിക്കാൻ കഴിയാത്തതുമാണ് എങ്കിൽ നമ്മുടെ മക്കളെ ഏറ്റവും നല്ല രൂപത്തിൽ ഉയർത്തിക്കൊണ്ടുവരാനും വളർത്തിക്കൊണ്ടുവരാനും ഉള്ള ശ്രമം നമ്മൾ നടത്തണം. നേരത്തെ തന്നെ ഇതിനാവശ്യമായ പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തണം. രണ്ടാമത്തെ ഒരു കാര്യം കൂടി പറയും, അപ്പോഴേക്ക് എന്റെ പ്രസംഗത്തിന്റെ സമയം തീരും. ഏതാണ് രണ്ടാമത്തെ കാര്യം? മക്കൾ നന്നാവാൻ വേണ്ട രണ്ടാമത്തെ കാര്യം കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞിട്ടുണ്ട്, സ്വയം നന്നാവുക. നമ്മളോട് പറയാണ്, നിങ്ങൾ നന്നാവുക. ബാപ്പയും ഉമ്മയും നന്നായ മക്കള് നന്നാവും. നമ്മുടെ മക്കളൊക്കെ സുബ്ഹിക്ക് ജമാഅത്തായിട്ട് നിസ്കരിക്കണം എന്ന് നമുക്ക് ആഗ്രഹമുണ്ട് എന്ന് വിചാരിക്കുക. നമ്മളെ മക്കളൊക്കെ 5 നേരം നിസ്കരിക്കണമെന്ന് ഉമ്മയ്ക്കും ബാപ്പയ്ക്കും ആഗ്രഹമുണ്ട് എന്ന് വെക്കുക. ഒറ്റ മരുന്നേ അതിന് വേണ്ടതുള്ളൂ. ആ മരുന്ന് ഏതാണ്? ആ മരുന്ന് നമ്മൾ 5 നേരം കൃത്യമായി നിസ്കരിക്കുക എന്നതാണ്. നമ്മൾ ഈ പള്ളിയുടെ പരിസരത്തെ ഖബർസ്ഥാനിൽ വിശ്രമിക്കുമ്പോ
വെള്ളിയാഴ്ച ദിവസം നമ്മുടെ അടുത്ത് വന്നുകൊണ്ടൊരു സലാം പറഞ്ഞൊരു ഫാത്തിഹ ഓതാൻ നമ്മുടെ മക്കൾ വളരണമെന്ന് ബാപ്പയും ഉമ്മയും ഒക്കെ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനൊരു മാർഗേ ഉള്ളൂ. ആ മക്കളെ ചെറിയ പ്രായത്തിലേ കൊണ്ടുപോയിട്ട് ഉപ്പാപ്പയുടെ ഉമ്മാമ്മയുടെ ഖബറിന്റെ അടുത്ത് പോയിട്ട് ബാപ്പ സലാം പറയണം, ഒരു ഫാത്തിഹ ഓതണം, ആ മകൻ അത് കാണണം. ആ ഉള്ളിൽ അതങ്ങനെ മെല്ലെ മെല്ലെ ഉണ്ടായാൽ വേറെ ഒന്നും വേണ്ട. നിങ്ങളൊന്നും ചെയ്യാൻ പറയണമെന്നില്ല, നമ്മൾ ചെയ്താൽ മാത്രം മതി. അതേ സമയത്ത് ചില നല്ല കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യുന്നില്ലെങ്കിലോ കുട്ടികൾ അവിടെ വെച്ചോണ്ട് വഴിതെറ്റിപ്പോകും. വഴിതെറ്റി പിന്നെ നമ്മൾ പറഞ്ഞതിനപ്പുറത്തേക്ക് പോകും. നമ്മൾ ഇത് ചെയ്യുക എന്നതാണ് ഏത് കാര്യത്തിനും. വീട്ടില് ബാപ്പയും ഉമ്മയും ഏറ്റവും നല്ല സ്നേഹത്തോടെയാണ് പെരുമാറുന്നതെങ്കിൽ മക്കളുടെ ഏറ്റവും നല്ല റോൾ മോഡൽ ആ ബാപ്പയും ഉമ്മയുമായിരിക്കും. നല്ല സ്നേഹത്തോടെയാണ് ബാപ്പയും ഉമ്മയും പെരുമാറുന്നതെങ്കിൽ ആ കുട്ടി കലാലയത്തിൽ പോയോ ബാക്കിയുള്ളടത്ത് പോയോ സ്നേഹത്തിന് വേണ്ടിയിട്ട് മറ്റൊരാളുടെ അടുത്തേക്ക് പോകൂല. ആണാവട്ടെ പെണ്ണാവട്ടെ, അവർക്ക് എപ്പോഴും വീട്ടിലേക്ക് വരണമെന്ന് തോന്നും. അതേ സമയത്ത് അവിടെ ഈ കാണുന്ന വലിയ രൂപത്തിൽ സിംഹവും കടുവയും പോലെയാണ് ബാപ്പയും ഉമ്മയും വീട്ടിൽ നിൽക്കുന്നതെങ്കിൽ പെരുമാറുന്നതെങ്കിൽ മക്കള് പൊരേന്ന് ക്ഷമ കെട്ട് അങ്ങാടിയിലേക്ക് ഇറങ്ങും. അവിടെയാണ് നമ്മുടെ ശ്രദ്ധ ഉണ്ടാകേണ്ടത്. നമ്മൾ നല്ലവരായി മാറുക എന്നത് മാത്രമാണ് ലോകം നന്നാവാൻ, പരമ്പര നന്നാവാൻ ഏറ്റവും നല്ല മരുന്ന്. ഒരാളെ പരിചയപ്പെടുത്തിയാൽ സന്തോഷമാകും എന്ന് തോന്നുകയാണ്. കേരളത്തിൽ നിന്ന് അവസാനമായി തൂക്കിക്കൊന്ന മനുഷ്യന്റെ പേര് റിപ്പർ ചന്ദ്രൻ എന്നാണ്. റിപ്പർ ചന്ദ്രൻ ചില ആളുകളെങ്കിലും കേട്ടിട്ടുണ്ടാകും. റിപ്പർ ചന്ദ്രൻ. ഈ റിപ്പർ ചന്ദ്രനെ 1985-86 കാലഘട്ടത്തിൽ കണ്ണൂർ ജില്ലയുടെ അവസാന ഭാഗത്തും കാസർഗോഡ് ജില്ലയിലും അവിടെ ഉറങ്ങിക്കിടക്കുന്ന മനുഷ്യരെ രാത്രി വീട് തുറന്ന് ഉള്ളിൽ കയറി തന്റെ കയ്യിലുണ്ടായിരുന്ന ചുറ്റിക കൊണ്ട്, ചെറിയ ഹാമർ കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തി കളവ് നടത്തിയതിന്റെ പേരിലാണ് ചന്ദ്രന്റെ പേരിന്റെ മുമ്പിൽ റിപ്പർ എന്ന് പറയുന്ന പേർ വന്നത്. അയാളെ അവസാനം പിടിക്കുകയും നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരികയും വിചാരണ ചെയ്യുകയും ചെയ്തു. തൂക്കിക്കൊല്ലാൻ വിധിക്കുകയും തൂക്കിക്കൊല്ലുകയും ചെയ്തു. തൂക്കിക്കൊല്ലുന്നതിന്റെ ഒരു ദിവസം മുമ്പെയോ 2 ദിവസം മുമ്പെയോ റിപ്പർ ചന്ദ്രനോട് വാർഡന്മാര് വന്നിട്ട് പറഞ്ഞു, നിനക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ പറഞ്ഞോ, സാധിപ്പിച്ചു തരാം. മറ്റന്നാൾ അല്ലെങ്കിൽ നാളെ നിന്റെ അവസാനത്തെ ദിവസമാണ്, അതുകൊണ്ട് നിന്റെ ആഗ്രഹം എന്താണോ പറഞ്ഞാൽ നന്നാവുമെന്ന് റിപ്പർ ചന്ദ്രനോട് പറഞ്ഞു. റിപ്പർ ചന്ദ്രൻ പറഞ്ഞു, എനിക്ക് ഒരാഗ്രഹമുണ്ട്, വേറെ ഒന്നുമില്ല, ആകെ ഒരാഗ്രഹം, എന്റെ അമ്മയെ ഒന്നുകൂടി കാണണം. പെട്ടെന്ന് മെസ്സേജ് അവരുടെ നാട്ടിലെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി. കുറഞ്ഞ സമയം കൊണ്ട് പോലീസുകാർ ആ അമ്മയെ ജയിലിൽ എത്തിച്ചു. മകനും അമ്മയ്ക്കും തമ്മിൽ സ്വതന്ത്രമായി കാണാൻ ജയിലിൽ സൗകര്യമൊരുക്കി. സാധാരണ ജയിലിലെ പുള്ളികൾക്കുള്ളത് പോലെ നിയന്ത്രണമൊന്നുമില്ലാതെ, സമയപരിധി ഇല്ലാതെ അമ്മയും മകനും ഇരുന്ന് ഇങ്ങനെ സംസാരിച്ചു. പിന്നെ അവര് കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്തു. അതിന്റെ ഇടയിൽ അമ്മ വിതുമ്പുന്നുണ്ട്, കണ്ടപ്പോഴേ കരയുന്നുണ്ട്, പിന്നെ ഇതിന്റെ ഇടയിലും കരയുന്നുണ്ട്. കരച്ചിൽ വിതുമ്പൽ മാറിയിട്ട് പൊട്ടിക്കരച്ചിലായി മാറി. പൊട്ടിക്കരച്ചിൽ പിന്നെ മറ്റൊരു തലത്തിലേക്ക് കരച്ചിൽ മാറിയപ്പോ പരിസരത്തുണ്ടായിരുന്ന പോലീസുകാർ, വാർഡന്മാരും എല്ലാം പോയി നോക്കി. നോക്കുമ്പോ കാണുന്നത് ഈ അമ്മ ഇവന്റെ അടുത്തുനിന്ന് കുതറി മാറുകയാണ്. പക്ഷെ മാറാൻ കഴിയുന്നില്ല, മുറുക്കി പിടിച്ചിട്ടുണ്ട്. ഈ ചങ്ങാതി ചെയ്യുന്ന പണി ആ അമ്മയുടെ ചെവികളിലൊന്ന് കടിച്ചു മുറിക്കുകയാണ്. അമ്മയുടെ ചെവി കടിച്ചു മുറിക്കുകയാണ്. പെട്ടെന്ന് ഈ വാർഡന്മാര് ഇടപെട്ട് പിടിച്ചു മാറ്റിയത് കൊണ്ട് ആ സ്ത്രീ അതിൽ നിന്ന് രക്ഷപ്പെട്ടു. പോലീസുകാര് ചോദിച്ചു, എടാ കാപാലിക, നീ എന്തിനാണടാ ഈ സ്ത്രീയെ ഇത്രമാത്രം ഒരുപാട് ദ്രോഹിച്ചില്ലേ, ഇനിയും എന്തിനാ നീ ഇങ്ങനെ വേദനിപ്പിക്കുന്നത്? നീ നാളെ ചാവാൻ പോവുകയാണ്, നിനക്ക് എന്നിട്ടും മതിയായില്ലേ എന്ന് ചോദിച്ചപ്പോ റിപ്പർ ചന്ദ്രൻ പറഞ്ഞു, എന്റെ അമ്മയ്ക്ക് ഈ ചെവി വേണ്ട,
ഈ ചെവി എന്റെ നേരെ തുറന്നു വെക്കേണ്ട സമയത്ത് തുറന്നു വെച്ചിരുന്നുവെങ്കിൽ കൊലക്കയർ എന്റെ നേരേക്ക് വരുമായിരുന്നില്ല. എന്നിട്ട് ചന്ദ്രൻ പറയാ, ഞാൻ എങ്ങനെയാണ് ഒരുപാട് മനുഷ്യരെ കൊന്ന കൊലയാളിയായി മാറിയത് എന്ന് നിങ്ങൾക്കറിയോ? ഞാൻ ആദ്യം കൊലയാളിയൊന്നുമല്ല. എന്റെ വീട്ടില് ഞാനും അമ്മയും ഒക്കെ എങ്ങനെ ജീവിക്കുന്ന സമയം അമ്മ നന്നായിട്ട് മുറുക്കും. അങ്ങനെ മുറുക്കുന്നത് ഞാൻ ചെറുപ്പത്തിലേ കണ്ടിട്ടുണ്ട്. ഒരിക്കൽ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് ഏതോ ഒരാളുടെ പറമ്പിൽ നിന്ന് നല്ല പഴുത്ത അടക്ക കിട്ടിയപ്പോ ഞാൻ 1-2 എണ്ണം എടുത്ത് കീശയിലിട്ട് കൊണ്ടുവന്ന അമ്മയ്ക്ക് കൊടുത്തു. അമ്മ ഇങ്ങനെ അടക്ക മുറുക്കാൻ ഉപയോഗിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ചെറിയ പ്രായത്തിൽ ഈ അടക്ക എടുത്തു കൊണ്ടുവന്നപ്പോ അമ്മ അത് വാങ്ങുകയും അത് പൊളിച്ചു മുറിച്ച് വെറ്റില കൂട്ടി മുറുക്കുകയും ചെയ്തു. അമ്മയുടെ മുഖത്ത് നല്ല തെളിച്ചം വന്നപ്പോ എനിക്ക് സന്തോഷായി. ഞാൻ കൊണ്ടുവന്ന അടക്ക അമ്മയ്ക്ക് ഇഷ്ടായി. മറ്റൊരു ദിവസം ഞാൻ ഇങ്ങനെ വന്നപ്പോ ഞാന് മറ്റൊരു പറമ്പിൽ നിന്നോ നേരത്തെ ഉണ്ടായിരുന്ന പറമ്പിൽ നിന്നോ ഒരു തേങ്ങ കിട്ടി, നല്ല മൂത്ത വിളഞ്ഞ തേങ്ങ. ആ തേങ്ങ കിട്ടിയപ്പോ ഞാൻ അത് മെല്ലെ വലിച്ചു കൊണ്ടുവന്ന് അമ്മയ്ക്ക് കൊടുത്തു. അമ്മ അത് വാങ്ങി പൊളിച്ച് അന്ന് നന്നായി തേങ്ങ അരച്ച് മീൻകറി വെച്ചു. എന്നിട്ട് അമ്മയും ഞാനും ഒക്കെ ഇരുന്ന് കഴിക്കുമ്പോ അമ്മ പറഞ്ഞു, എടാ ചന്ദ്ര, നീ എന്ത് നല്ല കാര്യാടാ ചെയ്തത്. എത്ര ദിവസമായി ഈ മുളക് കലക്കിയിട്ട് നമ്മൾ ഇങ്ങനെ കറി ഉണ്ടാക്കുന്നു. നീ തേങ്ങ കൊണ്ടുവന്നത് കൊണ്ട് നമുക്ക് ഇന്ന് നല്ല കറി കിട്ടി എന്ന് പറഞ്ഞ് എന്നെ പ്രോത്സാഹിപ്പിച്ചു. ഞാൻ പിന്നെ എന്റെ അമ്മയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി തേങ്ങ കിട്ടുന്നിടത്ത് തേങ്ങ എടുക്കും, അടക്ക കിട്ടുന്നിടത്ത് നിന്ന് അടക്ക എടുക്കും, റബ്ബർ ഷീറ്റ് കിട്ടുന്നിടത്ത് നിന്ന് അതെടുക്കും, വേറെ വല്ലതും കിട്ടുന്നിടത്ത് നിന്ന് അതെടുക്കും. അങ്ങനെ കളവിന്റെ ഒരു വലിയ ശൃംഖലയിലേക്ക് ഞാൻ കടന്നു. ഇങ്ങനെ പോയി എന്റെ അടങ്ങാത്ത ആഗ്രഹമാണ് അവസാനം റിപ്പറായിട്ട് ഞാൻ മാറുന്നിടത്തേക്ക് എത്തിയതും ഈ കൊലക്കയറി എന്റെ നേരേക്ക് വന്നതും. ഞാൻ ആദ്യമായി അടക്ക കട്ട് വന്ന സമയം, എടാ ചന്ദ്ര, ഇത് നമുക്ക് പാടില്ലടാ, നിനക്കത് കിട്ടിയിടത്ത് കൊണ്ടുപോയി വെക്കണമെന്ന് എന്റെ അമ്മ അന്ന് എന്നോട് പറഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ ആ പണി പിന്നെ ചെയ്യുമായിരുന്നില്ല. ശേഷം തേങ്ങ എടുക്കുമായിരുന്നില്ല, ശേഷം ഞാൻ റബ്ബർ ഷീറ്റ് കക്കുമായിരുന്നില്ല, ശേഷം ഞാൻ മനുഷ്യരുടെ സ്വർണം കക്കുമായിരുന്നില്ല, പണം കക്കുമായിരുന്നില്ല, ആളെ കൊല്ലാൻ പോകുമായിരുന്നില്ല. എല്ലാത്തിന്റെയും കാരണം എന്റെ അമ്മ അടക്കയും എടുത്തു വന്ന സമയത്ത് എനിക്ക് തന്ന ഈ ഒരു പ്രചോദനമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്റെ അമ്മയ്ക്ക് ഈ ചെവി വേണ്ട എന്ന് ഞാൻ പറഞ്ഞത്. നമുക്കൊരു നല്ല പാഠമുണ്ട്. നമ്മുടെ മക്കളെ ചെറിയ പ്രായത്തിലെ നല്ല കാര്യങ്ങൾ കാണാനും പഠിപ്പിക്കാനും ശീലിപ്പിക്കാനും തെറ്റ് കണ്ടാൽ തിരുത്താനുമൊക്കെ നമ്മൾ തയ്യാറായാൽ മക്കൾ നന്നാവും. മുസ്ലിം കുട്ടികളിൽ നമ്മൾ കാണുന്ന ഒരു പോരായ്മ നിങ്ങളുടെ ശ്രദ്ധയിൽ ഉണ്ടാകണം. അതേതാണ് പോരായ്മ? ഏതു നട്ടപ്പാതിരക്കും അങ്ങാടിയില് മുസ്ലിമീങ്ങൾ കൂടുതൽ താമസിക്കുന്ന സ്ഥലമാവട്ടെ അമുസ്ലിമീങ്ങൾ താമസിക്കുന്ന സ്ഥലമാവട്ടെ, ഏത് അങ്ങാടിയിൽ നോക്കിയാലും മുസ്ലിം കുട്ടികളെയാണ് നമ്മൾ കാണുന്നത്. എവിടെ നോക്കിയാലും അങ്ങനെ ആയിരിക്കും. എന്നോടെപ്പോഴോ ആരോ ഒരാൾ പറഞ്ഞു, രാത്രി നിങ്ങൾ യാത്ര ചെയ്യുമ്പോ 2 മണി 3 മണിയൊക്കെ ആകുമ്പോ ഏതോ തുറന്നു വെച്ച കടയുടെ അടുത്ത് ചെന്നാൽ അവിടെ ഒരു 4 ആള് കൂടി നിൽക്കുന്നുണ്ടെങ്കിൽ ധൈര്യത്തിൽ സലാം പറഞ്ഞോളൂ. കാരണം ആ രാത്രി അങ്ങനെ ഉണ്ടാവുക മുത്തു മോമിനീങ്ങൾ മാത്രമായിരിക്കുമോ. മറ്റ് ജനങ്ങൾ കിടന്നുറങ്ങും. ക്രിസ്ത്യൻ കുട്ടികളും ഹിന്ദു കുട്ടികളും ഒക്കെ രാത്രി PSC പരീക്ഷക്ക് തയ്യാറായി ഓന്റെ വഴിക്ക് പോകും. നമ്മളെ കുട്ടികൾ രാത്രി റോട്ടിലാ. ഉമ്മയ്ക്കൊരു നിയന്ത്രണവും ഇല്ല, ബാപ്പയ്ക്ക് നിയന്ത്രണവും ഇല്ല. അവർക്ക് വേണ്ടിയിട്ട് താക്കോലും എല്ലാം മാറ്റിവെക്കും. അവർക്ക് വരുമ്പോ തോന്നിയതുപോലെ വന്ന് കയറാവുന്ന രൂപത്തിലാ മഹാഭൂരിപക്ഷം വീടുകളിലും കാണുന്നത്. ഒരു നിയന്ത്രണവും നമുക്കില്ല. എവിടെ നോക്കിയാലും കാണേണ്ടടുത്ത് പലപ്പോഴും നമ്മളെ കുട്ടികളെ കാണാറില്ല. എന്നാൽ നമ്മളെ ചെറുപ്പക്കാര് മോശക്കാരല്ല. ഈ ചെറുപ്പക്കാരാണ് കേട്ടോ 2018-ലും 2019-ലും ഒക്കെ വലിയ തോതിൽ പ്രളയമുണ്ടായപ്പോ, ഫ്ലഡ് ഉണ്ടായപ്പോ കൈമെയ് മറന്ന് കേരളത്തെ രക്ഷപ്പെടുത്താൻ ഇറങ്ങിയത്, ശരീരം വെച്ചുകൊടുത്തത്, ജീവൻ പണയപ്പെടുത്തിയത് നമ്മളെ ചെറുപ്പക്കാരാ. കുറ്റ്യാടി സിറാജുൽ ഹുദയിലെ നമ്മുടെ സഖാഫി ഉസ്താദും അതുപോലെ അവിടുത്തെ മാനേജറും 2019-ലാണ്
വെള്ളത്തിന്റെ ഈ വലിയ ഒഴുക്കിൽ മരണപ്പെടുന്നത്. മനുഷ്യരെ രക്ഷപ്പെടുത്താൻ ആ രാത്രിയും പോയതായിരുന്നു. നമ്മളെ ചെറുപ്പക്കാർ മോശക്കാരല്ല. അതുപോലെ 2020-ലും 2021-ലും കോവിഡ് വലിയ തോതിലും ഉണ്ടായപ്പോ ഈ ചെറുപ്പക്കാര് കുട്ടികളാ നാടിന്റെ രക്ഷക്കുണ്ടായത്. നല്ല മക്കളാണ്. ഈ നന്മ ഒന്നുകൂടി ഒന്ന് മെച്ചപ്പെടുത്തി ആ കുട്ടികൾ നന്നായി വരാൻ കുറച്ചുകൂടി നേരത്തെ ബാപ്പയും ഉമ്മയും ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ, SSFന്റെയും SYSന്റെയും ഒക്കെ ഒരു വഴിയിലേക്ക് മോനെ നീ ഒന്ന് ആ വഴിക്ക് ഒന്ന് പോ എന്ന് ആ ഉമ്മയും ബാപ്പയും പറഞ്ഞിരുന്നുവെങ്കിൽ കുറച്ചുകൂടി ഉയർച്ചയിലേക്ക് ആ മക്കൾ എത്തുമായിരുന്നു എന്നാണ് ഞാൻ ഈ പറഞ്ഞതിന്റെ ആകത്തുക. അത് മാത്രമല്ല, നമ്മുടെ മക്കൾ സ്വർഗത്തിലേക്ക് നല്ലൊരു പാലമായി വരണം. ഇവിടെ നമ്മുടെ മക്കൾ ഗവൺമെന്റ് നമുക്ക് അനുവദിച്ചു തന്ന തസ്തികകളിൽ അവരുണ്ടാകണം. കാണേണ്ട ഒരു സ്ഥലം അതാണ്. വില്ലേജ് ഓഫീസിൽ നമ്മളെ കുട്ടികൾ ഉണ്ടാകണം. 100-ൽ 12% നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയാണ് സർക്കാർ ഇത് മാറ്റിവെച്ചത്. പോലീസിൽ 12 നമ്മുടെ കുട്ടികൾ വേണം, ബാക്കിയുള്ളിടത്ത് 12 നമ്മൾ വേണം, ഏറ്റവും ചുരുങ്ങിയത്. ഇതെങ്ങനെ വരും? അതിന് ഉമ്മയും ഉപ്പയും ആ രൂപത്തിലുള്ള ഒരു ശ്രദ്ധ ഉള്ളവരായി മാറണം. ഈ അടുത്ത കാലത്ത് നിങ്ങൾ ശ്രദ്ധിച്ചുവോ എന്നറിയില്ല, മറ്റു സ്റ്റേറ്റുകളുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് കോഴിക്കോട് ജില്ലയിൽ നിന്ന് പിടിച്ചു കൊണ്ടുപോയ കുറെ കുട്ടികളെ ഇപ്പോഴും മോചിപ്പിക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല. തെലങ്കാനയിലെ ജയിലിലുണ്ട്, ആന്ധ്രയിലെ ചില ജയിലുകളിലുണ്ട്, അതുപോലെ കർണാടകയിലെ ജയിലിലുണ്ട്, മറ്റു പലയിടത്തും ഉണ്ട്. എന്താണ് പ്രശ്നം? ആ പ്രശ്നം എന്താണ് എന്ന് ചോദിച്ചാൽ, പരിധിയിലധികം ഈ കുട്ടികളുടെ കയ്യിൽ പണം എത്തിയതാണ് കാരണമായി മാറിയത്. ATM കാർഡും അതുപോലെ മറ്റു സംവിധാനങ്ങളും ബാപ്പയുടെ പേരിൽ, ഉമ്മയുടെ പേരിൽ, വല്യാപ്പയുടെ പേരിൽ, പിന്നെ ഉമ്മാമ്മയുടെ പേരിലൊക്കെ എടുത്തിട്ട് അവരാർക്കോ വേണ്ടി സാമ്പത്തികമായ വിനിമയം രാജ്യത്തെ നിയമത്തിന് അപ്പുറത്ത് നടത്തുകയും 1,00,000 രൂപയുടെ ട്രാൻസാക്ഷന് 2,000 രൂപയും 1,000 രൂപയും ഒക്കെ അവർക്ക് കമ്മീഷൻ കിട്ടുകയും ചെയ്തപ്പോ ഉമ്മ പറഞ്ഞു, ഓന് പൈസ കിട്ടുന്നെന്തോ പണിക്ക് രാത്രി പോവുകയാണ്, പോയിക്കോട്ടെ. ബാപ്പ കണ്ണു ചുമ്മി. അവസാനം നമ്മുടെ പല പ്രദേശങ്ങളിലെയും കുട്ടികളെ പിടിച്ചു കൊണ്ടുപോയിട്ട് ഇപ്പോഴും വിവരമില്ല. എങ്ങോട്ടാ മക്കൾ ഇറങ്ങിപ്പോകുന്നത് എന്ന് ബാപ്പയൊന്ന് അറിയണം. മറ്റു സ്ഥലങ്ങളിൽ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് മക്കളെ പറഞ്ഞയക്കുമ്പോ മക്കള് കൂട്ടത്തോടെ പോവുകയല്ല. 10ാം ക്ലാസ് കഴിഞ്ഞു, 12ാം ക്ലാസ് കഴിഞ്ഞപ്പോ കുട്ടി പറഞ്ഞു ഞാൻ എറണാകുളത്തേക്ക് പോവുകയാണ്, അല്ലെ ബാംഗ്ലൂരിൽ പോവുക. എന്തിനാ പോകുന്നത്? ലോജിസ്റ്റിക്സിന് ചേരാൻ വേണ്ടി പോവുകയാ. ഉമ്മയ്ക്ക് അറിയില്ല എന്താ ലോജിസ്റ്റിക്സ് എന്ന്, ബാപ്പയ്ക്ക് തീരെ അറിയില്ല. കുട്ടി പറഞ്ഞു 2,00,000 രൂപ ഹോസ്റ്റൽ ഫീ അടക്കം വേണം, 8 മാസത്തെ ട്രെയിനിങ് ആണ്. വേറെ ഒരു കുട്ടി മറ്റേതോ കോഴ്സ് പറഞ്ഞു. നമ്മൾ പൈസ കൊടുക്കുകയാണ്, എങ്ങോട്ടാ പോണത് എന്നറിയില്ല. എറണാകുളത്ത് പഠിക്കാൻ പോകുന്ന കുട്ടികളെ എറണാകുളത്തെ കാക്കനാട് പോലെയുള്ള പ്രദേശങ്ങളിൽ ഏതെങ്കിലും ഒരു വൈകുന്നേര സമയത്ത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒന്ന് പോയി നോക്കാൻ പറ്റുമെങ്കിൽ അവിടെയുള്ള ചെറിയ ചായക്കടകളുടെ അടുത്ത്, അവിടെയുള്ള ചെറിയ ഹോട്ടലുകളുടെ പരിസരത്തൊക്കെ നമ്മുടെ മക്കളെ കാണും. എങ്ങനെയാണ് കാണുന്നത് എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഒരു നിയന്ത്രണവുമില്ലാതെ നമ്മുടെ മക്കൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നിടത്ത് നമ്മുടെ ജാഗ്രത വേണം, ശ്രദ്ധ വേണം. ഇല്ലെങ്കിൽ ദുഃഖിക്കേണ്ടി വരും. അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തിദ് ദുനിയാ. ഇവര് നമ്മുടെ അഭിമാനമായിട്ട് നിലനിൽക്കുകയും മാറുകയും വളരുകയും ചെയ്യാൻ നമ്മള് ഇത്തിരി കൂടി ഒരു ശ്രദ്ധ കൊടുക്കേണ്ടത് ആവശ്യമാണ് എന്നാണ് ഞാൻ ഈ പറഞ്ഞതിന്റെ ആകത്തുക. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊച്ചു ഫാത്തിമയെ റളിയല്ലാഹു അൻഹാ ചെറിയ പ്രായത്തിൽ തന്നെ സുബഹിയുടെ മുമ്പ് വിളിച്ചുണർത്തുമായിരുന്നു. എന്നിട്ട് പറയും, മോളെ ഇന്നത്തെ രാവിലെ പ്രഭാതം എങ്ങനെയാണെന്ന് മോളൊന്ന് നോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ആ കുഞ്ഞിനെ കൊണ്ടുവന്ന് ആ പുറത്തെ കാഴ്ചയൊക്കെ ആ പുലർച്ചെ കാണിക്കുമായിരുന്നു അത്രേ. എന്നിട്ട് ആ കുഞ്ഞിനെ അങ്ങനെ ഉയർത്തുമായിരുന്നു എന്നാണ്. നമ്മളും ഈ മാതൃക സ്വീകരിക്കേണ്ടതുണ്ട്. എല്ലാ കാര്യത്തിലും അങ്ങനെയാണ്. നല്ലത് പറയുകയും നല്ലത് പഠിപ്പിക്കുകയും നല്ലത് അനുഷ്ഠിക്കാൻ വേണ്ടി പരിശീലിപ്പിക്കുകയും ഒക്കെ ചെയ്താൽ മക്കള് നമ്മുടേതായി മാറും, അല്ലെങ്കിൽ കൈവിട്ടു പോകും. അള്ളാഹു നമ്മളെ മക്കളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.